തുടങ്ങാം. നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം കോൺസെപ്റ്റ്സും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ GS1 ഒരു ടോപ്പിക് ഉണ്ട്, റീസൺസ് ഫോർ ദ ലൊക്കേഷൻ ഓഫ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സ് ഇൻ ദ ഇക്കോണമി. ഇതും കൂടി ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കും. എന്നിട്ട് നമ്മൾ നാഷണൽ ഇൻകത്തിലേക്ക് പോകും. നാഷണൽ ഇൻകം ഞാൻ പറഞ്ഞു സ്കൂളിൽ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ, അതായത് അതിനകത്ത് എല്ലാ കോൺസെപ്റ്റ്സും അല്ല നിങ്ങൾക്ക് ഇവിടെ ആവശ്യം. സ്കൂളിൽ പഠിച്ചിട്ടുള്ള ചില ടോപ്പിക്സും പഠിച്ചിട്ടില്ലാത്ത ആദ്യമായിട്ട് കേൾക്കുന്ന ചില കോൺസെപ്റ്റ്സും ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. അതായിരിക്കും ഈ ക്ലാസ്സസിൽ പറയുന്നത്. നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞു, ഇവർക്ക് അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടി പറയുന്നു, NCERT വായിക്കണം, മാക്രോ എക്കണോമിക്സ്. ഓക്കെ, 12th സ്റ്റാൻഡേർഡ് NCERT മാക്രോ എക്കണോമിക്സ് ഉറപ്പായിട്ടും വായിക്കണം ഒരു ബേസിന് വേണ്ടിയിട്ട്. ഇതിൽ 2024-ലോ 22-ലോ വന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. എന്താ ക്വസ്റ്റ്യൻ? സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, ഡയറി ഫാം, മിനറൽ എക്സ്പ്ലോറേഷൻ, വീവിംഗ് ക്ലോത്ത്. ബേസിക്കലി റിലേറ്റഡ് ടു ഏത് സെക്ടർ ആണ് എന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ് ആണ് ഇതിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ വാട്ട് ആർ ദ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി? എക്കണോമിക് സെക്ടർ എന്ന് വെച്ചാൽ എന്താ? വാട്ട് യു മീൻ ബൈ എക്കണോമിക് സെക്ടർ? ഇറ്റ്സ് ആക്ച്വലി എ ഗ്രൂപ്പ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് based on certain criteria. അപ്പൊ എത്ര എക്കണോമിക് സെക്ടേഴ്സ് അറിയാം? 3. പ്രൈമറി, ടെർഷ്യറി. ഇത്രേ നിങ്ങളുടെ ട്രഡീഷണൽ ടെക്സ്റ്റ് ബുക്സിൽ കാണത്തുള്ളൂ. പക്ഷെ there are 5 sectors. Okay, primary, secondary, tertiary, quaternary and quinary sectors. ഇതെല്ലാം നോട്ട്സിലുണ്ട്. ഇപ്പൊ നിങ്ങൾ ലിസൺ ചെയ്യാം. quaternary and quinary sectors. ഇതാണ് 5 sectors of the economy. ഇതിലെ 3 sectors എല്ലാ ടെക്സ്റ്റ് ബുക്സിലും കാണുന്നതാണ്. ബാക്കി 2 സെക്ടേഴ്സ് എവിടുന്നാ നിങ്ങൾക്ക് കിട്ടോ? ന്യൂസ് പേപ്പേഴ്സിൽ നിന്ന്. അത് ന്യൂസ് പേപ്പേഴ്സിൽ എപ്പോഴും കാണുന്നതും ആയിരിക്കില്ല. വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ആർട്ടിക്കിളിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും യൂസ് ചെയ്ത് കാണുന്ന ടേംസ് ആണ്. പക്ഷേ നിങ്ങളുടെ UPSCക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം, അത് വന്നിരിക്കും. ഇത്തരം ടേംസ് നിങ്ങളുടെ ആൻസേഴ്സിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, സോ there are basically 5 sectors in the economy. What do you mean by primary sector? ഇനി എക്കണോമിക് സെക്ടേഴ്സിന് ആക്ച്വലി നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷനും ഉണ്ട്. അതായത് ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റി നേച്ചർ, ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റി ദാറ്റ് ഇസ് പെർഫോംഡ്. എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടനറി ആൻഡ് ക്യുനറി സെക്ടേഴ്സ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് വർക്ക് കണ്ടീഷൻ, ഇങ്ങനെ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ്. ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റ് സെക്ടർ ആണ്. ഗവൺമെന്റ് പോളിസി എന്ന് മാത്രമല്ല, ഒരു സെറ്റ് ഓഫ് ബേസിക് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സെക്ടർ ആണ് ഓർഗനൈസ്ഡ് സെക്ടർ. അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്താ? ഒരു ജോബ് സെക്യൂരിറ്റി ഉണ്ട്, ടേം ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ട്, ബേസ്ഡ് ഓൺ സർട്ടൻ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അൺഓർഗനൈസ്ഡ് എന്ന് വെച്ചാലോ ഇതൊന്നുമില്ല. സെക്യൂരിറ്റി ഓഫ് ജോബ് ഇല്ല, ഒരു സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ല, ഇതൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ അൺഓർഗനൈസ്ഡ് ആണോ ഓർഗനൈസ്ഡ് ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഗൂഗിൾ, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ, ഫേസ്ബുക്ക്, ആപ്പിൾ ഇതിലെല്ലാം വർക്ക് ചെയ്യുന്ന ഒരാളും താഴെ ചായക്കട നടത്തുന്ന ആളും രണ്ടുപേരും ഒരേ കാറ്റഗറി ആണോ? വൈ? അതെല്ലാം അൺഓർഗനൈസ്ഡ് സെക്ടർ, എല്ലാം പ്രൈവറ്റ് സെക്ടർ അല്ലേ? അവിടെയാണ് ഈ ഒരു ചെറിയ ഡൗട്ട് ആൻഡ് ക്ലാരിഫിക്കേഷൻ ആവശ്യം. അൺഓർഗനൈസ്ഡ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ മുമ്പ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ നോക്കിയാലും അത് അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. പക്ഷേ ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രീസ് അതിൽ കാൽക്കുലേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ചില അഡ്ജസ്റ്റ്മെന്റ്സ് വരും. ഓക്കെ, അതായത് ഒരു താഴെ സ്വന്തമായിട്ടൊരു ചായക്കട നടത്തുന്ന ചേട്ടനെയും അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റ് വെൻഡറിനെയും ഗൂഗിളിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയിയെയും ഒരേ കാറ്റഗറിയിലല്ല ഇൻക്ലൂഡ് ചെയ്യുക. അവിടെ ഒരു ടേം ഓഫ് എംപ്ലോയ്മെന്റ് ഉണ്ടല്ലോ, അവിടെ ചില സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലോ. ഇറ്റ്സ് ഓൺലി ദാറ്റ് ഇറ്റ്സ് നോട്ട് വെരി സ്ട്രിക്റ്റ് ആസ് ഇൻ ദ ഗവൺമെന്റ് സെക്ടർ. അത് മാത്രമേ ഉള്ളൂ അവിടുത്തെ ഡിഫറൻസ്. അപ്പൊ ഇതിനെ രണ്ടിനും ഒരേ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ആ ഡിഫറൻസ് ഇസ് ദെയർ. ഓക്കെ, തേർഡ് വൺ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് അസറ്റ് ഓണർഷിപ്പ്. യു ഹാവ് ദ പബ്ലിക് സെക്ടർ ആൻഡ് പ്രൈവറ്റ് സെക്ടർ. അതായത് ഇത് ഗവൺമെന്റ് ഓൺ കമ്പനീസ് ആണെങ്കിൽ പബ്ലിക് സെക്ടറിൽ വരും, പ്രൈവറ്റ് ഓൺ കമ്പനീസ് ആണെങ്കിൽ അത് പ്രൈവറ്റ് സെക്ടറിൽ വരും. അപ്പൊ ഒരു കാര്യം ആലോചിക്കണം, പ്രൈവറ്റ് കമ്പനീസ് അൺഓർഗനൈസ്ഡ് സെക്ടർ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് എഴുതാനുള്ള ടെൻഡൻസി കൂടുതൽ. ബട്ട് ഇറ്റ് ആക്ച്വലി ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ഇൻഡസ്ട്രി. ഇത് എവിടെയും കാണത്തില്ല ഇങ്ങനെ, പക്ഷെ അങ്ങനെയാണ് ആക്ച്വലി ഡേറ്റ അവർ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇതല്ലേ ലോജിക്ക്? ശരിയല്ലേ ഞാൻ പറഞ്ഞത്?
ഗൂഗിളിൽ ഇരിക്കുന്ന ഒരാളും ചായക്കട നടത്തുന്ന ആളും രണ്ടുപേരും അൺഓർഗനൈസ് സെക്ടർ, രണ്ടുപേരും ഒരേ കാറ്റഗറി ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. അവിടെ ഒരു ഫോർമൽ സ്ട്രക്ചർ ഉണ്ട് അതിന്, അല്ലേ? അപ്പൊ ഈ ഒരു ഡിഫറൻസ് എപ്പോഴും ഓർമ്മ വേണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 5 സെക്ടേഴ്സ് ആണ് പ്രൈമറി എക്കണോമിക് സെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാ? ഓൺ ദ ബേസിസ് ഓഫ് ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റി. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി, ക്വാട്ടർണറി ആൻഡ് ക്യൂണറി സെക്ടേഴ്സ്. പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ എന്താ? അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടാണ്, അഗ്രികൾച്ചർ ഓർ അലൈഡ് സെക്ടേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പ്രൈമറി സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസിനെ എക്സ്പ്ലോർ ചെയ്യുന്ന സെക്ടർ. അതാണ് പ്രൈമറി സെക്ടറിന്റെ ഡെഫിനിഷൻ തന്നെ. നേച്ചറുമായിട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രൈമറി സെക്ടേഴ്സ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ വരാം, മൈനിങ് വരാം, ഫിഷിംഗ് വരാം, ഡയറി, ഫോറസ്ട്രി, ഇതെല്ലാം എന്തിൽ വരുന്നതാ? പ്രൈമറി സെക്ടറിൽ വരുന്നതാ. അവരെ എന്താ വിളിക്കുന്നത്? റെഡ് കോളർ വർക്കേഴ്സ്. റെഡ് കോളർ വർക്കേഴ്സ് കേട്ടിട്ടുണ്ടോ? റെഡ് കോളർ വർക്കേഴ്സ് യൂസ് ചെയ്ത് കാണാറില്ല. കാണുന്ന ഏതാ? ബ്ലൂ കോളറും വൈറ്റ് കോളറും ഒക്കെ കാണാറുള്ളൂ. റെഡ് കോളർ യൂസ് ചെയ്യാത്തതിന്റെ കാര്യം, ഇവിടെ റെഡ് കോളർ ഉപയോഗിക്കുന്നതിന്റെ റീസൺ എന്താ? നേച്ചറുമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാ. അത് സ്വെറ്റ് ബ്ലഡ് ആക്കി വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും മൈനേഴ്സിനെയും അഗ്രികൾച്ചർ ലേബേഴ്സിനെയും ഒരേ കാറ്റഗറിയിൽ വരുത്താൻ പറ്റുമോ? അതുകൊണ്ട് ആ ഒരു കൺഫ്യൂഷൻ ഇസ് ഓൾവേസ് ദർ. മൈനേഴ്സിന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് ഈ റെഡ് കോളർ വർക്കേഴ്സ് എന്നുള്ള ടേം അധികം യൂസ് ചെയ്ത് കാണരുത്. പക്ഷെ റെഡ് കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത് ആ പീപ്പിൾ ഹു ആർ എൻഗേജ്ഡ് ഇൻ ദ പ്രൈമറി സെക്ടർ. വാട്ട് ഈസ് സെക്കൻഡറി സെക്ടർ? പ്രൈമറി സെക്ടറിന്റെ റോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ഫിനിഷ്ഡ് ഓർ സെമി ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന സെക്ടർ ആണ് സെക്കൻഡറി സെക്ടർ. എന്താണ്? ഇൻഡസ്ട്രീസ് വരുന്നത് നിങ്ങളുടെ സെക്കൻഡറി സെക്ടർ ആണ്. എക്സാമ്പിൾ പോട്ടറി, ടെക്സ്റ്റൈൽ മിൽ, ഫാക്ടറീസ്, ഇതെല്ലാം സെക്കൻഡറി സെക്ടർ. അതിനാണ് ബ്ലൂ കോളർ വർക്കേഴ്സ്. ഓക്കെ. അപ്പൊ വൈറ്റ് കോളർ ഏതാ? ടെർഷ്യറി സെക്ടർ. വൈറ്റ് കോളർ എന്ന് വെച്ചാൽ ടെർഷ്യറി സെക്ടർ ആണ്. ടെർഷ്യറി സെക്ടർ എന്ന് വെച്ചാൽ സർവീസ് ഓറിയന്റഡ് സെക്ടർ ആണ് ടെർഷ്യറി സെക്ടർ. പ്രൊവൈഡ് സർവീസസ് ടു കൺസ്യൂമേഴ്സ് ആൻഡ് ബിസിനസ്സസ്. യുവർ ബാങ്കിങ്, മാർക്കറ്റിംഗ്, IT, ഇതെല്ലാം ഏത് സെക്ടർ ആണ്? ടെർഷ്യറി സെക്ടർ. ദേ കോൾഡ് ആസ് വൈറ്റ് കോളർ വർക്കേഴ്സ്. നേരത്തെ ക്വസ്റ്റ്യൻ ഈ 3 സെക്ടേഴ്സിനെ കുറിച്ച് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് ആദ്യം വരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കിക്കേ. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ഏത് സെക്ടറാ? ഞാൻ ഇവിടെ നിന്ന് കാണാൻ പറ്റുമോ? പറ്റത്തില്ല. അതാ കുഴപ്പം. സ്റ്റോറേജ് ഓഫ് നിങ്ങൾക്ക് കാണാമോ? ഞാൻ വായിക്കാം. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് സെക്കൻഡറി ആണോ? ഇത് തന്നെയാണ് എല്ലാവരും തിരിച്ചത്. സ്റ്റോറേജ് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണ്. അതായത് അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. നിങ്ങൾ ഹാർവെസ്റ്റ് ചെയ്ത സാധനങ്ങൾ നിങ്ങൾ ഒരു സ്ഥലത്ത് വെക്കാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റി, ഇറ്റ്സ് എ സർവീസ്, റൈറ്റ്? ഒരു സർവീസ് അവിടെ പ്രൊവൈഡ് ചെയ്യണ്ടേ? അപ്പൊ ഇതെന്താണ്? ടെർഷ്യറി സെക്ടറിൽ വരുന്നതാ, അല്ലേ? അല്ല, ഈ സാധനം സ്റ്റോറേജ് എന്നാ കൊടുത്തേക്കുന്നത്. സ്റ്റോറേജ് എന്ന് പറയുന്നത് ഒരാള് സ്റ്റോറേജ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യണ്ടേ? അതെന്താണ് ആ പ്രൊവൈഡ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ ഒരു ടീച്ചിങ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാണ്. ഐ എം ഡൂയിങ് എ സർവീസ് ഹിയർ, അല്ലേ? അതാണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി എ വെയർ ഹൗസിംഗ് ഫെസിലിറ്റി വിച്ച് ഇസ് പ്രൊവൈഡഡ്. ഇറ്റ്സ് എ സർവീസിങ്. ഇത് ടെർഷ്യറി സെക്ടർ. അപ്പൊ ഇത് റോങ് ആ. അപ്പൊ 1 റോങ് ആണെങ്കിൽ ഓൺലി 1 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നമുക്കത് വരാം. ഡയറി ഫാം, ഇത് സ്റ്റേറ്റ്മെന്റ്സ് അല്ല, ഇത് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് എന്നുള്ളതാ. ഡയറി ഫാം പ്രൈമറി ആണോ? പ്രൈമറി ആണ്. ഡയറി ആണ്, അല്ലെ? ഡയറി, പോൾട്രി, ഇതെല്ലാം അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് സെക്ടേഴ്സിൽ വരുന്ന. സോ ദിസ് ഇസ് റൈറ്റ്. മിനറൽ എക്സ്പ്ലോറേഷൻ പ്രൈമറി ആണ്. സോ ദിസ് ഇസ് റോങ്. വീവിംഗ് ക്ലോത്ത് സെക്കൻഡറി ആണ്. അപ്പൊ ഇതിൽ ഏതാ കറക്റ്റ്? only 2 ആണ് കറക്റ്റ്. ക്വാട്ടിനറി ആൻഡ് ക്യൂണറി സെക്ടർ. ക്വാട്ടിനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള. ഇത് എന്തുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഓറഞ്ച് ഇക്കോണമി, ക്രിയേറ്റീവ് ഇക്കോണമി. ഓറഞ്ച് ഇക്കോണമി എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ഇക്കോണമിയാണ്, നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ഇക്കോണമിയാണ്. അപ്പൊ ഇത് ഇപ്പോഴത്തെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നടക്കുന്ന ഒരു ചേഞ്ച് ആണ് ഈ നോളജ് ഇക്കോണമി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ സെക്ടർ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാട്ടിനറി സെക്ടർ നോളജ് ബേസ്ഡ് ആയിട്ടുള്ള സെക്ടറിനെയാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടക്കുന്നത്. നിങ്ങളുടെ PhD സ്കോളേഴ്സ് ഇവരെല്ലാം ഏത് സെക്ടറിന്റെ ഭാഗമാണ്?
ക്വാറ്റിനറി സെക്ടറിന്റെ ഭാഗം. ക്യൂനറി സെക്ടർ എന്ന് വെച്ചാൽ എന്താ? ക്യൂനറി സെക്ടർ എന്താ? യെസ്, ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കേഴ്സ് ഉള്ളതാണ് ക്യൂനറി സെക്ടർ. അതായത് നിങ്ങളുടെ സിഇഒ, യുവർ പ്രസിഡന്റ്, യുവർ പ്രൈം മിനിസ്റ്റർ. പ്രസിഡന്റ് ഡിസിഷൻസ് എടുക്കാറുണ്ട്. പ്രൈം മിനിസ്റ്റർ, പ്രസിഡന്റ് എന്ന് ഞാൻ പറഞ്ഞതാ, ഇറ്റ്സ് ആക്ച്വലി ലൈക്ക് US പ്രസിഡന്റ് അല്ലേ, അൾട്ടിമേറ്റ് പവർ. ടോപ്പ് ലെവൽ ഡിസിഷൻ മേക്കേഴ്സ്, ദേ ഫോം ദ പാർട്ട് ഓഫ് ദ ക്യൂനറി സെക്ടർ. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞോ. ഈ ക്യൂനറി സെക്ടറിലുള്ള ആൾക്കാരാണ് ഗോൾഡ് കോളർ വർക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അത് കേട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ട് കേൾക്കുന്നല്ലേ. അപ്പൊ ഏതൊക്കെ പഠിച്ചു? റെഡ് കോളർ വർക്കേഴ്സ് അറിയാം, അഗ്രികൾച്ചർ സെക്ടർ. ബ്ലൂ കോളർ സെക്കൻഡറി സെക്ടർ. വൈറ്റ് കോളർ ടെർഷ്യറി സെക്ടർ, സർവീസ് സെക്ടർ. ഗോൾഡ് കോളർ ക്യൂനറി സെക്ടർ. ക്യൂനറി സെക്ടറിലാണ് ഗോൾഡ് കോളർ, ഹൈ ഡിസിഷൻ, ഗോൾഡ് ഹൈ ഡിസിഷൻ മേക്കേഴ്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ പിങ്ക് കോളർ വർക്കേഴ്സ് എന്താ? പിങ്ക് കോളർ എന്താ? പിങ്ക് എന്തുമായിട്ടാണ് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നത്? പിങ്ക് ആരെ പിങ്ക് ടാക്സി കണ്ടിട്ടുണ്ടോ? അതെന്ത്? വിമൻ ആയിട്ട്. ആ, പിങ്ക് പോലീസ്, പിങ്ക് ടാക്സി, ഇതെല്ലാം പിങ്ക് എന്ന് വെച്ചാൽ അതൊരു സ്റ്റീരിയോടൈപ്പിക്കൽ സാധനം. അതുകൊണ്ട് തന്നെ ആ ടേം യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ചില വർക്ക്സ് സ്റ്റീരിയോടൈപ്പ് ഫോർ വിമൻ അല്ലെ. ഫോർ എക്സാമ്പിൾ, പണ്ട് ടീച്ചിങ് വാസ് ഓൾസോ സ്റ്റീരിയോടൈപ്പ് ഫോർ വിമൻ. അങ്ങനെയായിരുന്നു. എന്ത് പറ്റി? A few jobs were actually stereotype for women. പണ്ട് ടീച്ചിങ് ഉണ്ടായിരുന്നു. ഇപ്പം ടീച്ചിങ്ങിലേക്ക് കുറെ സെറുമാരൊക്കെ വന്നു തുടങ്ങിയപ്പോഴത്തേക്ക് അതൊക്കെ ഒന്ന് മാറി. ഇപ്പൊ നഴ്സിംഗ്, ബേബി സിറ്റിംഗ്, ആശാ വർക്കേഴ്സ്, ഇതെല്ലാം എന്താണ്? പിങ്ക് കോളർ ജോബ്സ് ആയിട്ട്. ഇങ്ങനത്തെ യൂസേജ് ഒന്നും ഇല്ല ആക്ച്വലി. ഇത് അവർ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ പിങ്ക് കോളർ ജോബ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, പക്ഷെ ഇങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷൻ പണ്ട് ഉണ്ടായിരുന്നു. ജസ്റ്റ് you have to know this. Okay, pink collar jobs എന്ന് പറഞ്ഞാൽ വിമനെ സ്റ്റീരിയോടൈപ്പ് ചെയ്യുന്ന ജോബ്സിനാണ് പിങ്ക് കോളർ ജോബ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നേരത്തെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, ക്വാറ്റിനറി, ക്വിനറി എന്താണെന്ന്. നമുക്ക് KFC എടുക്കാം. ബെറ്റർ. KFC എടുക്കുവാണേ. ഇപ്പൊ KFCയുടെ ചിക്കൻ വരുന്നു. ഈ ചിക്കൻ എന്താണ്? ഏത് സെക്ടറാണ്? പ്രൈമറി സെക്ടർ. ചിക്കനെ ഞാൻ പ്രോസസ് ചെയ്യുന്നു, ഫ്രൈ ചെയ്യുന്നു. ഇത് ഏത് സെക്ടറിൽ വരും? ഫ്രൈ പ്രോസസ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഇത് സെക്കൻഡറി സെക്ടർ അല്ലെ. ഇനി ഇതിനെ ഞാൻ മാർക്കറ്റ് ചെയ്യുന്നു, KFC ബ്രാൻഡിങ്ങിൽ മാർക്കറ്റ് ചെയ്യുന്നു. ഇത് കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് ഏതാ? ടെർഷ്യറി സെക്ടർ. അപ്പൊ ക്വാട്ടിനറി സെക്ടർ എന്താ? അതായത് ഈ ചിക്കന്റെ ടേസ്റ്റ് എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ചിക്കൻ ഓയിൽ ഇല്ലാതെ എങ്ങനെ ഫ്രൈ ചെയ്യാം, ഇത്തരത്തിലുള്ള റിസർച്ച് നടത്തുന്നതാണ് ക്വാട്ടിനറി സെക്ടർ അല്ലെ. റിസർച്ച് ആണ് ക്വാട്ടിനറി. ഇനി ഞാൻ റിസർച്ച് നടത്തി പറഞ്ഞു കൊടുത്തു. ഇനി ആ സാധനം മാർക്കറ്റിൽ വരണോ? ഏതൊക്കെ ഔട്ട്ലെറ്റ്സിൽ വരണം? ഇന്ത്യയിൽ വരണോ അതോ ആദ്യം US കൊണ്ടുവരണോ? ഇന്ത്യയിൽ തന്നെ ഡൽഹിയിൽ വരണോ അതോ ബാംഗ്ലൂർ കൊണ്ടുവരണോ? ഇങ്ങനത്തുള്ള ഡിസിഷൻസ് ആരാ എടുക്കുന്നത്? ദ CEOs. ആ ഡിസിഷനെയാണ് അവരാണ് ആര്? ക്യൂനറി സെക്ടർ. ഈ ഒരു എക്സാമ്പിൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഏത് സെക്ടറാണ്, കാര്യങ്ങളാണ് എന്നൊക്കെ ഉള്ളത് ഓർമ്മ വരും. ക്വാട്ടിനറിയും ക്യൂനറിയും മാറിപ്പോവരുത്. ഇനി ഈ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ആക്ച്വലി ഇങ്ങനൊരു കംപ്ലീറ്റ് ഫിഗർ ആയിട്ടല്ല ആക്ച്വലി കാണാൻ പറ്റുക. അതായത് ഇപ്പൊ ഇതൊരു റൗണ്ട് ഓഫ് ഫിഗർ അല്ലേ, ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഇരിക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് തന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡേറ്റ വരുന്നത് എക്കണോമിക് സർവേയിലാണ്. എക്കണോമിക് സർവേ വരുന്നത് ജനുവരിയിലാണ്. ജനുവരിയിലെ എക്കണോമിക് സർവേയിൽ വരുന്ന ഡേറ്റ ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിലിംസ് ആൻഡ് യുവർ മെയിൻസ്, എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പൊ അതിന് മുമ്പേ ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഏകദേശം എത്രയാണ് സെക്ടർ കോൺട്രിബ്യൂഷൻ, ഏകദേശം എത്ര പെർസെൻറ്റേജ് ഓഫ് ആളുകളാണ് ഓരോ സെക്ടറിലും വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്.
Okay, here share in the GDP ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത് tertiary sector. Almost 60% contribution is from the tertiary sector. പക്ഷെ എത്ര ശതമാനം ആൾക്കാരാണ് tertiary sector വർക്ക് ചെയ്യുന്നത്? Is only 27%. അതായത് ഇന്ത്യയിലെ ഏറ്റവും വാല്യുബിൾ കോൺട്രിബ്യൂഷൻ വരുന്നത് ഏത് സെക്ടറിൽ നിന്നാണ്? tertiary sector. ആകെ 27% ഓഫ് ആൾക്കാരെ എംപ്ലോയിഡ് ആയിട്ടുള്ളൂ. പക്ഷേ അവരുടെ കോൺട്രിബ്യൂഷൻ ഇസ് ആക്ച്വലി 60%. വാട്ട് ഇസ് സെക്കൻഡറി സെക്ടർ? 28% ആണ് സെക്കൻഡറി സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ. 22% ഓഫ് ആൾക്കാരാണ് അത് ഏകദേശം മോർ ഓർ ലെസ് ഈക്വൽ ആയിട്ടാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ പ്രൈമറി സെക്ടർ ഏറ്റവും കൂടുതൽ മോർ ദാൻ 50% ഓഫ് ദ പോപ്പുലേഷൻ ഇസ് ആക്ച്വലി എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ സെക്ടർ. ബട്ട് ഓൺലി 12%, അറൌണ്ട് 12% ആണ്. അത് കുറെ വർഷങ്ങളായിട്ട് ബിലോ 15% ആണ് അഗ്രികൾച്ചർ സെക്ടറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ഫിഗറിന്റെ അകത്ത് നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇന്ത്യയിൽ നമ്മൾ എങ്ങനെ ഈ സെക്ടേഴ്സ് എങ്ങനെ ഇവോൾവ് ചെയ്തത്? വെൻ ഡിഡ് പ്രൈമറി സെക്ടർ ഇവോൾവ് ഇൻ ദ വേൾഡ്? ആ പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു സംഭവം. അത് എപ്പോഴാണ് ഇൻവോൾവ് ചെയ്യുക? പ്രൈമറി സെക്ടർ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല, പക്ഷെ ആ സെക്ടർ എപ്പോഴും ആയിരിക്കും ഇവോൾവ് ചെയ്തിട്ടുണ്ടാവുക? ബിഗിനിങ് ഓഫ് ദ സിവിലൈസേഷൻ അല്ലേ? നിങ്ങൾ ഹാരപ്പൻ സിവിലൈസേഷൻ നോ അബൌട്ട് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ, മെസോപ്പൊട്ടാമിയൻ സിവിലൈസേഷൻ, ഇവരെല്ലാം എന്ത് ചെയ്തിരുന്നു? അഗ്രികൾച്ചർ ചെയ്തിരുന്നു. വീറ്റ്, ബാർലി, അങ്ങനെ പല പല ക്രോപ്സ് ആയിരുന്നു അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ആ സമയം മുതലേ എന്തുണ്ട്? പ്രൈമറി സെക്ടർ ക്ലാസിഫിക്കേഷൻ കാണില്ല, പക്ഷെ അഗ്രികൾച്ചർ വാസ് ദേർ. പിന്നീട് ആര്യൻസ് വന്നപ്പം തൊട്ടാണ് എന്ത് വരുന്നത്? കാറ്റിൽ റെയറിങ്ങും ഹൗസ് റെയറിങ് ഇതെല്ലാം വരുന്നത് ആര്യൻസിന് കുറച്ചും കൂടി ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിലാണ്. ഇതെല്ലാം തന്നെ പ്രൈമറി സെക്ടറിന്റെ ഭാഗമാണ്. പ്രൈമറി സെക്ടർ ഇവോൾവ് ചെയ്യുന്ന എപ്പോഴാണ്? സിവിലൈസേഷന്റെ ബിഗിനിങ്ങിൽ. അത് കഴിഞ്ഞ് പ്രൈമറി സെക്ടർ ഇവോൾവ് ചെയ്ത് കുറെ പ്രോഡക്ട്സ് എല്ലാം, കുറെ റൈസസും ക്രോപ്സും കാറ്റിൽസും എല്ലാം ഉണ്ടായി തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെല്ലാം പ്രോസസ് ചെയ്ത് വേറെ വേറെ പ്രോഡക്ട്സ് ആക്കി മാറ്റേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണ് സെക്കൻഡറി സെക്ടർ യുവർ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ? ഇന്ത്യയിൽ എപ്പോഴാണ് സെക്കൻഡറി സെക്ടർ, അതായത് ഈ ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്നത്? ഇൻഡസ്ട്രീസിന്റെ ഒരു ഹ്യൂജ് ഡെവലപ്മെന്റ് വരുന്നത് എപ്പോഴാ? കുറച്ചു മുമ്പേ പറഞ്ഞതാ, ബ്രിട്ടീഷിന്റെ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ വരുന്നത് എപ്പോഴായിരുന്നു? സെക്കൻഡ് 5 ഇയർ അതുണ്ട്. എക്കണോമിക് പോളിസീസ് എല്ലാം മാറ്റിയതിനു ശേഷം എക്കണോമിക് പോളിസി വന്നു, അതാണ് 92 എന്ന് പറയുന്നത്. പക്ഷെ അതിനു മുമ്പുണ്ട് സെക്കൻഡ് 5 ഇയർ പ്ലാന്റെ സമയത്തല്ലേ ഇൻഡസ്ട്രീസിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സെക്കൻഡ് 5 ഇയർ പ്ലാൻസ്. ആ സമയം മുതലാണ് ഇൻഡസ്ട്രീസ് ആക്ച്വലി ഗ്രോ ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ വേൾഡിൽ ഇൻഡസ്ട്രീസ് കൂടാൻ തുടങ്ങിയത് എപ്പോഴാ? 19th സെഞ്ചുറിയിൽ യൂറോപ്പിൽ നടന്ന ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ് ഇൻഡസ്ട്രീസ് അവിടെ കൂടുന്നത് അല്ലെ? അപ്പൊ അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് അതൊക്കെ എന്ത് സംഭവിച്ചു? സെക്കൻഡറി സെക്ടർ വളർന്നു. സെക്കൻഡറി സെക്ടർ വളർന്നപ്പോൾ കുറെ ഇൻഡസ്ട്രീസ് എല്ലാം അർബൻ സെന്റേഴ്സ് ലൊക്കേറ്റ് ചെയ്ത്, അതായത് ഇപ്പം കൊളോണിയൽ ഇന്ത്യ ആണെങ്കിൽ പ്രസിഡൻസീസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഡസ്ട്രീസ് എല്ലാം വളർന്നു വന്നത്. അങ്ങനെ ആളുകൾ വളരാൻ തുടങ്ങി, ഇൻഡസ്ട്രീസ് വളരാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? അർബനൈസേഷൻ വന്നു. അർബനൈസേഷൻ വന്നപ്പോഴത്തേക്ക് റിക്വയർമെന്റ് ഫോർ സർവീസസ് ഇൻക്രീസ്ഡ് അല്ലെ? ഒരു സ്ഥലത്ത് കുറെ ആൾക്കാർ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെ എഡ്യൂക്കേഷൻ ആവശ്യം വന്നു, പോലീസിംഗിന്റെ ആവശ്യം വന്നു, അങ്ങനെ പല പല ഹെൽത്ത് ഫെസിലിറ്റീസ് വേണ്ടി വന്നു. അങ്ങനെയാണ് അഗ്രികൾച്ചർ സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിന്റെ ഒരു ഇവോൾവിംഗ് എന്ന് പറയുന്നത്. ഒരു സെക്ടറാണ് മറ്റൊരു സെക്ടറിലേക്ക് ആക്ച്വലി വളരാനുള്ള റീസൺ. പക്ഷെ ഇന്ത്യയുടെ കേസിൽ അഗ്രികൾച്ചർ കഴിഞ്ഞിട്ട് ഒരു റാപ്പിഡ് ഷിഫ്റ്റ് സംഭവിച്ചു. എങ്ങോട്ടേക്ക്? സർവീസ് സെക്ടറിലേക്ക്. അതാണ് ഈ ഡേറ്റ കൊണ്ട് മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ നോക്ക്, 51% ഓഫ് ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് ആകെയുള്ള കോൺട്രിബ്യൂഷൻ ഇസ് ഓൺലി 12%. അതേസമയം സെക്കൻഡറി സെക്ടർ 27%, 22%, 28%, മോർ ഓർ ലെസ് സെയിം ആണ്. ഇങ്ങനെ തന്നെ ആയിരുന്നു പണ്ട് മുതൽക്കേ. അതായത് നമ്മുടെ ഇവിടെ വലിയ ഡിഫറൻസ് ഒന്നും വലുതായിട്ട് വന്നിട്ടില്ല. അതേസമയം ഇവിടെ 27% ഉള്ളതാണ് 60% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് ഓൾമോസ്റ്റ് ഇരട്ടിയാണ് അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഷിഫ്റ്റിനുള്ള കാരണം എന്താ? അതായത് ഒരു അഗ്രികൾച്ചറിൽ നിന്ന് നമ്മുടെ ഇൻഡസ്ട്രീസ് വളരുന്നുണ്ട്, സെക്കൻഡറി സെക്ടർ വളരുന്നുണ്ട് ഇല്ലെന്നല്ല, പക്ഷെ നമ്മുടെ ഇക്കോണമി എടുത്തു കഴിഞ്ഞാൽ ഒരു അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ഒരു റാപ്പിഡ് ഷിഫ്റ്റ് ടുവേർഡ്സ് ടെർഷ്യറി സെക്ടറിലേക്കാണ്, സർവീസ് സെക്ടർ. അത് വി ഹാവ് ബൈപാസ് ദ സെക്കൻഡറി സെക്ടർ. വൈ ഡിഡ് ഇറ്റ് ഹാപ്പൻ? പറഞ്ഞോ. ഇന്ത്യയുടെ സർവീസ് സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാക്ടർ എന്താണ്? ആലോചിച്ചേ. പോപ്പുലേഷൻ കൂടുതൽ ഒരു കാര്യം. പോപ്പുലേഷൻ കൂടുതൽ കൊണ്ട് മാത്രമാണോ
റോ മെറ്റീരിയൽസ് സർവീസ് സെക്ടറിൽ ആരാ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ. വാട്ട് ഇസ് ദാറ്റ് ഫീച്ചർ ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ ദാറ്റ് ദ വേൾഡ് ഇസ് ലുക്കിംഗ് ഫോർ? ഔട്ട്സോഴ്സിംഗ്. എന്തുകൊണ്ട്? why are we able to outsource the resources, or why are we able to outsource our population? ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ. ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഒരു സമയം ഇപ്പൊ ഇന്ത്യ ആണ്, മുമ്പ് ചൈന ആയിരുന്നു. പക്ഷെ ചൈനയ്ക്ക് പോപ്പുലേഷൻ ഉണ്ടെങ്കിലും ചൈനയ്ക്ക് എന്തില്ല? ഇംഗ്ലീഷ് സ്പീക്കിംഗ് പോപ്പുലേഷൻ ഇല്ല. ഇവിടെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് IT സെക്ടേഴ്സ് ഇങ്ങോട്ടേക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് തുടങ്ങിയത്. അങ്ങനെയാണ്, ദാറ്റ് വാസ് ദ ബിഗിനിങ് അല്ലേ? അങ്ങനെ ഔട്ട്സോഴ്സിംഗ് വന്നു തുടങ്ങിയപ്പം നമ്മുടെ IT സെക്ടറാണ് ഇന്ത്യനെ ബൂം ചെയ്തത്, ടെർഷ്യറി സെക്ടറിനെ ബൂം ചെയ്ത. IT-യിലൂടെയാണ് ഇന്ത്യ ആ ഒരു ഷിഫ്റ്റ് പോസിബിൾ, ഇന്ത്യക്ക് ഈ ഒരു ഷിഫ്റ്റ് പോസിബിൾ ആയി ഫ്രം അഗ്രികൾച്ചർ സെക്ടർ ടു ദ സർവീസ് സെക്ടർ ടു ദ ടെർഷ്യറി സെക്ടർ. ഗോട്ട് ഇറ്റ്? ഇത് ആലോചിച്ചെടുക്കേണ്ട കാര്യം. മാത്രമല്ല നമുക്ക് വേറെ ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് നമ്മുടെ ചീപ്പ് ലേബർ ആണ് അല്ലെ, ചീപ്പ് ലേബർ ആണ്. രണ്ടാമത്തെ കാര്യം ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. മൂന്നാമത്തെ കാര്യം നമ്മുടെ ഇവിടുത്തെ ലാൻഡിനും കാര്യങ്ങൾക്കെല്ലാം വില കുറവാണ് കമ്പയർഡ് ടു അതർ കൺട്രീസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം ചിലപ്പം പോസിബിളി ഇതൊരു എപ്പോഴും ചോദിച്ച് കണ്ടൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മെയിൻസിന് തന്നെ ആണോ അത് വേറെ ഏതെങ്കിലും എക്സാമിനാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഇത് എടുത്ത് ചോദിക്കുന്നത്. ഇത് ആ സമയത്ത് കാണുമ്പോൾ ഇതൊക്കെ ആലോചിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് ഒരു പക്ഷേ ഷിഫ്റ്റ് സംഭവിച്ചു എന്ന് അറിയുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സംഭവിച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ അന്നേരം ആലോചിക്കണം. ഓക്കെ, അതിന് ഇപ്പം തൊട്ടേ ആലോചിച്ച് തുടങ്ങണം. ഇത് നോക്കിക്കൂ, ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ റിയൽ സെക്ടർ ഇൻ ദ ഇക്കോണമി? ഇത് നേരത്തെ പറഞ്ഞ ഈ 5 സെക്ടേഴ്സ്, പിന്നെ ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് പ്രൈവറ്റ് പബ്ലിക് ആണ് ആക്ച്വലി കാറ്റഗറൈസേഷൻ ഓഫ് ദ എക്കണോമിക് സെക്ടർ. പക്ഷെ ഇത് ഇങ്ങനെയും ഒരു കാറ്റഗറൈസേഷൻ ഉണ്ട്, അത് പക്ഷെ വേറൊരു രീതിയിലാണ്. what constitutes the real sector? Farmers harvesting their crops, textile mills converting raw cotton into fabrics, commercial bank lending money to a trading company, corporate body issuing rupee denominated bonds overseas. റിയൽ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയാണോ പ്രൊഡക്ഷൻ നടക്കുന്നത്, പ്രോഡക്ട്സ് ഓർ ഗുഡ്സ് ആൻഡ് സർവീസ്. പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ഗുഡ്സ് ആവാം, സർവീസ് ആവാം. അപ്പൊ എന്തൊരു സാധനവും ഏത് ഗുഡ്സ് ആൻഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്ടർ ഏതാണോ അതാണ് റിയൽ സെക്ടർ. റിയൽ പ്രൊഡക്ഷൻ ഇസ് ഹാപ്പനിങ് ഇൻ ദ സെക്ടർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റേ ടേം എന്താ? ഫിനാൻഷ്യൽ സെക്ടർ അല്ലെങ്കിൽ നോമിനൽ സെക്ടർ എന്നും പറയും. ഫിനാൻഷ്യൽ സെക്ടർ എന്ന് വെച്ചാൽ ഫ്ലോ ഓഫ് മണി മാത്രമേ സംഭവിക്കത്തുള്ളൂ. അതായത് ഒരു ആളിൽ നിന്ന് മണി മറ്റൊരാളിലേക്ക് പോകുന്നതിനെയാണ് ഫ്ലോ ഓഫ് മണി എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ പഠിക്കണം, ഫ്ലോ ഓഫ് മണിയാണ്. വൺ സെക്ടർ ടു അനദർ സെക്ടർ ഫ്ലോ ഓഫ് മണി സംഭവിക്കുന്നതാണ് ഫിനാൻഷ്യൽ സെക്ടർ എന്ന്. അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ നോട്ട് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, അതാണ് റിയൽ സെക്ടറും ഫിനാൻഷ്യൽ. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ ആണ്, UPSCക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ പറ. ഫാമേഴ്സ് ഹാർവെസ്റ്റിംഗ് ദ ക്രോപ്സ് റിയൽ സെക്ടർ ആണോ? റിയൽ സെക്ടർ ആണ്. ഇത് റിയൽ സെക്ടർ ആണ്. അപ്പൊ 1 ഉണ്ടേ, അപ്പൊ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. ടെക്സ്റ്റൈൽ മിൽസ് കൺവേർട്ടിംഗ് റോ കോട്ടൺ ഇൻടു ഫാബ്രിക്സ്. അവിടെ ഒരു പ്രോഡക്റ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് അല്ലെ, റോ കോട്ടനെ ടെക്സ്റ്റൈൽസ് ആക്കി മാറ്റുകയാണ്. അപ്പൊ അവിടെ ഒരു പ്രോഡക്റ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ്. അപ്പൊ 2 ഉണ്ട്. 2 ഉണ്ടെങ്കിൽ ഈ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്യാം. അപ്പൊ വി ഹാവ് കം ടു 1, 2, 3 and 4. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. കൊമേഴ്ഷ്യൽ ബാങ്ക് ലെൻഡിങ് മണി ടു എ ട്രേഡിംഗ് കമ്പനി. ഇല്ല, അത് ഫിനാൻഷ്യൽ സെക്ടർ. കാര്യം ഫ്ലോ ഓഫ് മണി മാത്രമേ ഉള്ളൂ. ദിസ് ഇസ് നോട്ട് ദെയർ. വി ഹാവ് ഓൾറെഡി അറൈവ്ഡ് അറ്റ് ആൻ ആൻസർ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നാലാമത്തെ ഓപ്ഷൻ വായിച്ച് നോക്കേണ്ട കാര്യമില്ല. എന്നാലും നമ്മൾ പഠിക്കുന്നതായതുകൊണ്ട് നമുക്ക് നാലാമത്തെ ഓപ്ഷൻ കൂടി നോക്കാം. Corporate body issuing rupee denominated bond overseas, that is also anything that is related to finances, anything that is related to the flow of money, that is what is related to, that is what is called as financial sector. റിയൽ ആയിട്ട് എന്തെങ്കിലും പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്? റിയൽ സെക്ടർ. ഈ ഫിനാൻഷ്യൽ സെക്ടർ ചില സമയത്ത് നോമിനൽ സെക്ടർ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാ. RBI നോട്ട് പ്രിന്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൽ വരുന്നതാണ്. ഇല്ല, ഫ്ലോ ഓഫ് മണിയാണ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മണി ഫ്ലോ ചെയ്യാൻ വേണ്ടി, അത് അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വിടുകയല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് സച്ച് ആണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനത്തെ ഇത് തന്നെ പറയുന്നത്. ഓക്കെ, ബാക്കിയുള്ള ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് മിക്കവാറും ഫിനാൻഷ്യൽ സെക്ടറിൽ നോമിനൽ സെക്ടേഴ്സ് തന്നെയാണ്.
റിയൽ സെക്ടർ പ്രൊഡ്യൂസസ് ഗുഡ്സ് ഓർ സർവീസസ് മാനുഫാക്ചറിംഗ്. ഫിനാൻഷ്യൽ സെക്ടറിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബാങ്ക്സ്, ഇൻവെസ്റ്റ്മെന്റ്, ഇതല്ല. എനിത്തിങ് ദാറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ഫിനാൻഷ്യൽ സെക്ടർ. അത് അങ്ങനെ ആലോചിച്ചാൽ മതി. Gallant IAS, chasing your passion to ace.